ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളും റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ സ്ട്രൈക്കറായ ഏർലിംഗ് ഹാലൻഡിനെ കൊണ്ടുവരാൻ റയലിന് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്. അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത സമ്മറിൽ ഏർലിംഗ് ഹാലൻഡിനെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കും എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സ്കൈ സ്പോർട്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്കൈ സ്പോർട്സിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ഫ്ലോറിയാൻ പ്ലിറ്റൻബർഗ്, അതുപോലെ തന്നെ കെറി ഹൗ, അതുപോലെ തന്നെ ബർഗർ, ഈ 3 പേരുമാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് റയലിന്റെ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസിന് വലിയ താല്പര്യമുള്ള ഒരു താരമാണ് ഏർലിംഗ് ഹാലൻഡ്. അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത പെരസ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏർലിംഗ് ഹാലൻഡിന്റെ ഏജന്റായ റഫേലയുമായി അദ്ദേഹം ഇപ്പോൾ കോണ്ടാക്റ്റുകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സ്കൈ സ്പോർട്സിന്റെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഹാലൻഡിനെ അടുത്ത സമ്മറിൽ കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നുകൂടി പെരസ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ആകെ 500 മില്യൺ യൂറോയോളം താരത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കേണ്ടി വന്നേക്കും. അതിൽ ട്രാൻസ്ഫർ ഫീയും താരത്തിന്റെ സാലറിയും ബോണസുകളും ഒക്കെ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഹാലൻഡിനെ കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല, വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന ഒരു യാഥാർത്ഥ്യം പെരസ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അടുത്ത സമ്മറിൽ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കാനാണ് ഇപ്പോൾ റയലിന്റെ തീരുമാനം എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഏർലിംഗ് ഹാലൻഡിന്റെ ഒരു നിലപാട് കൂടി ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ജീവിതകാലം മുഴുവനും മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരാൻ ഏർലിംഗ് ഹാലൻഡ് ഒരുക്കമല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഥവാ കരിയറിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ റയലിലേക്ക് പോവേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇദ്ദേഹത്തിന് അറിയാം. റയലിലേക്ക് വരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഓഫറുമായി സമീപിച്ചു കഴിഞ്ഞാൽ അത് പരിഗണിക്കാൻ ഏർലിംഗ് ഹാലൻഡ് തയ്യാറാണ് എന്നുകൂടി ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് കേവലം ഒരു റൂമർ മാത്രമാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. അടുത്ത സമ്മറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. നിലവിൽ ഏർലിംഗ് ഹാലൻഡിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ദീർഘകാലത്തെ കോൺട്രാക്ട് ഇപ്പോൾ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.